ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. അപ്പോൾ ഞാനൊരു അടിപൊളി പഴംപൊരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതിന് ഞാൻ 2 കപ്പ് മൈദയും പിന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നമുക്ക് ഇഡ്ഡലി മാവുണ്ടല്ലോ, ഇഡ്ഡലിക്ക് അരച്ച് വെച്ചത്, അതും കൂടി മിക്സ് ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം പഴുത്ത കുറച്ച് പഴം ഞാൻ എടുത്തിട്ട് ഞാനത് ഒരു പഴം 6 മുറിച്ചിട്ടുണ്ട്. നേരെ പകുതിയാക്കി മുറിച്ച് പിന്നെ അത് 3 കഷ്ണമാക്കി അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ, വലുതാക്കി വേണമെങ്കിൽ എങ്ങനെ വേണോ അങ്ങനെ മുറിച്ചെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനെല്ലാം ചെറുതാക്കി എടുത്തത്. പിന്നെ ഞാൻ അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിൽ എന്താണെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കുമ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാട്ടോ. ഞാൻ ഈസ്റ്റോ അപ്പോൾ സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ലേ. അപ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് ഉണ്ടായിരുന്നേ. എന്നിട്ട് ഞാൻ ആ ബീഫ് പറയാൻ വയ്യ, വായിന്ന് വെള്ളം വരിക. അപ്പോൾ ആ ബീഫും പിന്നെ കട്ടൻ ചായയും കൂട്ടി കഴിച്ചു. അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.